കുറേ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. നമ്മൾ നല്ല ചെറുപ്പക്കാരായിരിക്കുന്നവരെല്ലാം ഈ കഥയുടെ ആൾക്കാരായിരിക്കുന്നു മൊത്തം. അപ്പം ഞങ്ങൾ തെണ്ടി നടന്ന കാലത്തെ ഞങ്ങളുടെ അനുഭവങ്ങൾ സിനിമയാക്കിക്കൂടെ എന്നൊരു സുഹൃത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തപ്പി തേടി ഇന്ദുവൻ ചേട്ടനെ കാണാൻ ചെല്ലുന്നത്. അപ്പോൾ ഇന്ദുവൻ ചേട്ടൻ ചെന്ന് ആദ്യ ദിവസം തന്നെ എന്നെ കേട്ടോണ്ടടിച്ചു. കഥയില്ല, എഴുതാൻ പറ്റൂല അതൊക്കെ പറഞ്ഞ് പുള്ളി ഒഴിവാക്കി. ഞാൻ പിന്നെ ചേട്ടനെ വിളിക്കും, ചേട്ടൻ്റെ പോവും. അപ്പം കോവിഡ് വന്നു. അപ്പോൾ ഞങ്ങളുടെ കഥകൾ മുഴുവൻ, ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ മുഴുവൻ, ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പോരായ്മകൾ, ഞങ്ങളുടെ എന്തൊക്കെയാണുള്ള അന്നെല്ലാം ഇന്ദുവൻ ചേട്ടനോട് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ദുവൻ ചേട്ടൻ പറഞ്ഞതിനകത്ത് കഥയൊന്നുമില്ല, ജോഷ് വേറെ ആരെങ്കിലും നോക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഇതൊരു കൊല്ലത്ത് നടക്കുന്നൊരു കഥയാണ്, അപ്പോൾ ഒരു കൊല്ലംകാരൻ എഴുതണമെന്ന് പറഞ്ഞു. അതിൽ പുള്ളി ഒന്ന് അനങ്ങി. ഇന്ദുവൻ ചേട്ടൻ കൊല്ലത്ത് എന്ത് കഥ? അപ്പോൾ നമ്മൾ ഇതെല്ലാം നടന്നത് കൊല്ലത്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളും. നമ്മുടെ ബാസ്റ്റിൻ, മറുനാലാലു എന്ന് പറയുന്നതെല്ലാം ഈ ഒറിജിനൽ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എഴുതാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആവേശത്തോടെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. പിന്നെയും പോയി. അദ്ദേഹത്തെ പിന്നെ 2 വർഷം കഴിഞ്ഞാൽ കാണുന്നത്. എന്നാലും ഞാൻ വിളിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ പറയും, ജോഷെ നമുക്ക് നോക്കാമെന്നൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം ഇന്ദുവൻ ചേട്ടൻ പറഞ്ഞ്, ജോഷെ ഞാനൊരു സാധനം അയച്ചു തന്നിട്ടുണ്ട്, ജ്യോതിഷൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് പ്രിൻ്റ് അടിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ മൊബൈലിൽ അത് വായിച്ചിട്ട് എനിക്ക് ഒരു 13 പേജായിരുന്നു എനിക്ക് തോന്നുന്നു. 13 പേജ് വായിച്ചിട്ട് എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നു. അപ്പം തന്നെ ഞാൻ സാനിച്ചേട്ടനിലേക്ക് വിളിച്ചു, സാനിച്ചേട്ടാ ഇന്ദുവൻ ചേട്ടൻ കഥ വന്നിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞ് കഥ കൊള്ളാക്കി ഞാൻ ചെയ്യാൻ ചോദിച്ചായിരുന്നു. പ്രതീക്ഷയില്ലായിരുന്നു. കോവിഡ് സമയത്ത് ബൈക്കെടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് കഥ കൊടുത്ത് തിരിച്ചു പോയി. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോയിഷേ ഞാൻ ഈ സിനിമ ചെയ്യാം. അപ്പം അദ്ദേഹം ആർക്കറിയാം സിനിമയുടെ തിരക്കഥ എഴുതിയ സമയമായിരുന്നു വീട്ടിൽ ഇരുന്ന്. അപ്പം സാനിച്ചേട്ടനായി, ഇന്ദുവൻ ചേട്ടനായി, സാനിച്ചേട്ടനായി, ഇനി ഒരു നടനെ വേണം. അങ്ങനെ അന്വേഷിച്ച് 1-2 നടന്മാരുടെ പുറകെ പോയി. അവർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവർ എന്തോ സംഗീത കാരണങ്ങൾ ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ബേസിൽ വരുന്നത്. ഇപ്പം ഞാൻ ഹൈദരാബാദിലൊരു തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ബെന്നി കട്ടപ്പനെ വിളിച്ച് പറഞ്ഞു, ബെന്നി ആ പുസ്തകം എടുത്തൊന്ന് ബേസിൽ കൊടുക്കുമെന്ന് ചോദിച്ചു. ബെന്നി എന്തോ നല്ല കാലത്തിനും നല്ല സമയത്തും അതുള്ളതുകൊണ്ട് ഈ സിനിമ ഉണ്ടായി. ആ ബുക്ക് എടുത്ത് ബേസിലിനെ ഏൽപ്പിച്ചു. ബേസിൽ ചെയ്യാമെന്ന് ഏറ്റു. അപ്പം രഞ്ജിത്ത് കർണായനാണ് പറയുന്നത്, എടാ ഉഗ്രൻ കഥയാണ്, നീ അത് എനിക്ക് തന്നാൽ ഞാൻ അജിത്ത് വിനായകയെ കൊണ്ട് സിനിമ ചെയ്തു തരാം എന്ന് പറയുന്നു. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ അജിത്ത് വിനായകയിൽ കിട്ടുന്നു. അങ്ങനെ പൊന്മാനുണ്ടായി. പിന്നെ സജി, ലിജോ മോള്, ഇരിക്കുന്ന ആനന്ദ്, എല്ലാ ആൾക്കാരും ചേർന്നതാണ് പൊന്മാൻ. എൻ്റെ മാത്രം കഴിവല്ല. എന്തായാലും വിളംബരത്തിൽ സന്തോഷം.